എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റാലി ഒരു പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ് റീത്താമ്മയുടെ സഹോദരി എൽസമ്മയുടെ മകൾ ടെൽസയും കൂടി വീട്ടിൽ വന്ന് അലീനയെ കാണുന്നുണ്ട്. അതിനുശേഷം 90 ദിവസത്തിനുള്ളിൽ അലീനയെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നാണ് റീത്താമ്മയുടെ ഭീഷണി. അതിനുശേഷം റീത്താമ്മ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ സഹോദരങ്ങളെയും വീട്ടിലോട്ട് വിളിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ പുളിക്കൽ തറവാടെന്നാണ് റീത്താമ്മയുടെ കുടുംബ വീടിൻ്റെ പേര്. അങ്ങനെ എല്ലാ സഹോദരങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള അവർക്ക് 5 ആങ്ങളമാരും 2 സ്ത്രീകളുമാണ്. അങ്ങനെ എല്ലാവരോടും കാര്യങ്ങൾ പറയുകയാണ്. ആ സമയം ചോദിക്കുന്നുണ്ട്, എന്താ പ്രീതേച്ചി പെട്ടെന്ന് ഞങ്ങളോടൊക്കെ വരാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളോടെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ വേണ്ടിയാണ് എല്ലാവരും വിളിച്ചു വരുത്തിയത്. സ്റ്റാൻലി ഒരു പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. പെൺകുട്ടിയോ? പ്രീതി ചേച്ചി എന്തായി പറയുന്നത്? അതെ, ഒരു 10-25 വയസ്സ് ഉള്ള പെൺകുട്ടിയാണ് വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ചിരിക്കുന്നത്. അവൾ ആരാ? എന്ത് കാര്യത്തിനാണ് സ്റ്റാൻലി അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കും. അത് അവൻ്റെ മകളാണെന്നാണ് പറയുന്നത്. മകളോ? എന്ത് മകള്? അതിന് അയാൾ ആകെ ഒരു വിവാഹം കഴിച്ചിട്ടുള്ളൂ. അതിൽ അയാളുടെ മക്കളാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അയാൾക്ക് ഏത് മകള് എന്ന്? അത് എൽസയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. വിവാഹം കഴിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അതിലുപരി ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതിലുണ്ടായ മകളാണെന്നാണ് പറയുന്നതെന്ന് പറയും. ഓഹോ, അതേത് മകള്? ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു മകൾ ഒരുത്തി വീട്ടിൽ കയറി വരുമ്പോൾ അവളെ മകളായിട്ട് സ്വീകരിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സഹോദരങ്ങൾ സംസാരിക്കുകയാണ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കേണ്ടത്. ഒരു കാരണവശാലും അവളെ ആ വീട്ടിൽ താമസിപ്പിക്കാൻ അനുവദിക്കരുത്. അയാൾ ജന്മം കൊടുത്ത 3 മക്കൾ ഈ വീട്ടിലുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ വരാനോ അവർക്ക് വേണ്ടി ഒരു 10 പൈസ ചിലവാക്കാനോ അയാൾക്ക് കഴിയത്തില്ല. ഇന്നലെ കയറി വന്ന ഒരുത്തിക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സുഖസൗകര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം. ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് അവിടുത്തെ ഗസ്റ്റ് റൂം രാജകീയ പദവിയിൽ അലങ്കരിച്ചിട്ടേക്കുന്നു. അവിടെയാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ അവൾ എവിടെയായിരുന്നു ചേച്ചി? അവൾ ഇത്രയും നാൾ ഒരു അനാഥ മന്ദിരത്തിലാണ് കഴിഞ്ഞിരുന്നത്. അവൾക്ക് കൊടുത്തേക്കുന്ന മുറിയാണ് എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി. അവൾ ആളൊരു മിടിക്കാന്ന് പറയുന്നു. വന്ന സമയം തൊട്ട് പൗലോസിനെയൊക്കെ അവൾക്ക് പറപ്പിക്കുമായിരുന്നു. കിച്ചണിൽ അധികം സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഇതെല്ലാം എൻ്റെ പപ്പയുടെ സ്വത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. സ്റ്റാൻലി എല്ലാത്തിനും നിശബ്ദനായി അനുവാദം കൊടുത്തിരിക്കുകയെന്നൊക്കെ പറയും. ഇതങ്ങനെ വിട്ടാൽ പറയത്തില്ല, നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പറയും, നമ്മൾ അങ്ങോട്ട് ധൈര്യപൂർവ്വം എങ്ങനെ ചെന്ന് ചോദിക്കും? കുറേ പട്ടികളെ അഴിച്ചു വിട്ട് തോക്കും ചൂണ്ടിക്കൊണ്ട് നിന്ന് എങ്ങനെ അയാളോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. എന്തായാലും ചേച്ചി വിവരം എൽസേച്ചിയോട് പറഞ്ഞു എന്ന് ചോദിക്കും. എൽസമ്മയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അവൾ പള്ളിയിൽ പോയേക്കാന്ന് പറയും. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ചേച്ചി ഇപ്പോഴും പള്ളിയും പ്രാർത്ഥനയും എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഇതൊന്നും ചേച്ചിക്ക് അറിയണ്ടായോ? അവളുടെ മാനസികാവസ്ഥ നിങ്ങളും കൂടി മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവളല്ലാതെ എന്തോ ചെയ്യും? ഒരു സമയത്തും ബോധമില്ലാതെ കുടിച്ചടക്കുന്ന ഒരു ഭർത്താവ്. അവൾക്കല്പം മനസ്സമാധാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് അവൾ പള്ളിയിലൊക്കെ പോകുന്നതെന്ന് പറയും. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ സ്വത്തുക്കൾ എത്രയും പെട്ടെന്ന് അവൻ്റെ മക്കൾക്ക് തന്നെ എഴുതി മേടിച്ച് കൊടുക്കണമെന്ന് പറയും. ഇപ്പം തന്നെ അവൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ ആ തോട്ടവും ബംഗ്ലാവും ഒക്കെ കൈയടക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വത്തുക്കളെല്ലാം കുട്ടികളുടെ പേരിലോട്ട് 4ആയിട്ട് ഭാഗം ചെയ്യാൻ പറയണം. ഒരു ഷെയർ എൽസമ്മയ്ക്കും ബാക്കി കുട്ടികൾക്കും. അതിനുശേഷം അവൻ ആരെയും കൊണ്ടുവന്ന് എവിടെയോ താമസിപ്പിക്കട്ടെന്ന് പറയും. അല്ലാതെ അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്ത് കൈവശം വെച്ച് അനുഭവിക്കേണ്ടതും അത് തിന്നേണ്ടതും അവൻ്റെ ചോരയെ പിറന്ന മക്കളാണ്, അല്ലാതെ എവിടുന്ന് തിരിഞ്ഞു വന്ന ഒരു പെണ്ണല്ല എന്നൊക്കെ അലീനെക്കുറിച്ച് വളരെ മോശമായിട്ട് അവരെല്ലാവരും കൂടി സംസാരിക്കുകയാണ്. അപ്പം ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. ഇനി ഇത് വെച്ച് വൈകിപ്പിക്കാൻ പാടില്ലെന്ന് പറയും. ശരി ചേച്ചി, നമുക്ക് എല്ലാവർക്കും കൂടി എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി സ്റ്റാൻലിയുടെ വീടായ കുളത്തൂരിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം അലീന റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേ സ്റ്റാൻലി അലീനയോട് ചോദിക്കും, നീ എന്താ അലീന ഫുഡ് കഴിക്കാനും വന്നില്ലല്ലോ രാവിലെ? എന്ത് പറ്റി, നിനക്ക് സുഖമില്ലേന്ന് ചോദിക്കും. അത് പപ്പ, എനിക്ക് ഫുഡൊന്നും വേണ്ടെന്ന് പറയും. നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുമെന്ന് ചോദിക്കും. ഞാൻ ആദ്യം കരുതി അപ്പച്ചൻ പോയതിൻ്റെ സങ്കടമായിരിക്കും. വല്യപ്പച്ചൻ പോയതിൻ്റെ വിഷമവും എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് പോയാലോ എന്ന് പപ്പ ആലോചിക്കുന്നതെന്ന് പറയും. പോവാനോ? എങ്ങോട്ട് പോകാൻ? അത് പപ്പ, നീ റീതാമ്മ പറഞ്ഞത് കേട്ടിട്ടാണോ പോകാൻ തീരുമാനിച്ചതെന്ന് ചോദിക്കും. അവരെന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് നീ എന്തിനാണ് പോകുന്നത്? നീ എൻ്റെ മകളാണ്, നിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ഞാനാണ്, എൻ്റെ ചിലവിൽ. അവർ പറയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടവളല്ല നീ, എല്ലാവിധ സർവ്വസ്വാതന്ത്ര്യമായിട്ട് ഈ വീട്ടിൽ താമസിക്കേണ്ടവളാന്ന് പറയും.
അതൊക്കെ ശരിയാ പപ്പ, പക്ഷേ പപ്പയ്ക്ക് ഭാര്യയും അതിലും മക്കളും ഉണ്ട്. ഞാനിവിടെ വന്ന് താമസിക്കുമ്പം ഒരു കാരണവശാലും അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവരവിടെ നിൽക്കട്ടെ. നീ വരുന്നതിന് മുമ്പും എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു വലിയ വീട്ടിൽ ഞാനും കുറേ പട്ടികൾ മാത്രമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും അവർക്ക് എന്നെ വേണ്ടായിരുന്നല്ലോ. ഇപ്പം ഞാനൊരു എൻ്റെ രക്തത്തിൽ പിറന്ന മകളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചെന്നറിഞ്ഞപ്പം ഇപ്പോൾ എല്ലാവർക്കും എന്നെ വേണം. അതിൻ്റെ യാതൊരു കാര്യമില്ല. എൽസയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അവൾക്ക് ഇവിടെ താമസിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ മുമ്പ് താമസിച്ചോ അതുപോലെ തന്നെ താമസിച്ചോട്ടെ. അവർക്ക് വേണ്ട പണവും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാനത് വേണ്ട വിധത്തിൽ ചെയ്യുന്നുണ്ട്. അവൾക്ക് അവളുടെ സഹോദരി പറയുന്നില്ലേ വേദവാക്യം, സ്വന്തം ഭർത്താവ് പറയുന്നതല്ലല്ലോ. അവൾക്കും സ്വന്തം ഭർത്താവ് പറയുന്നതൊന്നും അവൾക്ക് കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയും, പപ്പ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ പപ്പയ്ക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും, പിന്നെയും എല്ലാവരും കൂട്ടിക്കൊണ്ട് വരുമെന്നാണ് ആൻറ്റി പറഞ്ഞേക്കുന്നതെന്ന് പറയും. ആരെ കൂട്ടിക്കൊണ്ട് വരാനാ? പള്ളിക്കാരെയും കുറേ സമുദായക്കാരെയും കൂട്ടിക്കൊണ്ട് വരുമെന്നായിരിക്കും അവൾ ഭീഷണിപ്പെടുത്തിട്ട് പോയിരിക്കുന്നത്. അവൾ കൊണ്ടുവരട്ടെ. അവൾ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നീ ഇവിടെ വേണം. അപ്പോൾ നീ ഇവിടെ ഇല്ലാതിരുന്നാൽ നീ എന്നെ ഒറ്റപ്പെടുത്തിട്ട് നീ ഇവിടുന്ന് പോവുമോ? ഞാൻ പപ്പയെ ഒരിക്കലും ഒറ്റപ്പെടുത്തത്തില്ല. പക്ഷേ ഞാൻ കാരണം പപ്പയ്ക്കൊരു ദോഷം ഉണ്ടാവില്ലോ എന്ന് കരുതിയാ. അലീന, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നീ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടുന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞയക്കത്തില്ല. വരുന്നവർ വന്ന് സംസാരിച്ചിട്ട് അതേപോലെ തിരിച്ചു പോയിക്കോളും. അവരുടെ ഭീഷണിയൊന്നും കേട്ട് നീ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിൻ്റെ കൂടെ ഞാനുണ്ടാവും, എൻ്റെ കൂടെ നീയും ഉണ്ടാവണമെന്ന് പറയും. അങ്ങനെ അലീനെ സ്റ്റാൻലി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഔദക്കുട്ടിച്ചായൻ പുല്ലൂലെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഔദക്കുട്ടിച്ചായൻ അങ്ങോട്ട് വരുന്ന കാര്യം അറിയുമ്പോഴത്തേക്ക് ആൽബർട്ടും റോബർട്ടും എല്ലാവരും അവിടെ വരുന്നുണ്ട്, ഔദക്കുട്ടിച്ചായൻ്റെ മറ്റു മക്കളൊക്കെ. അതിനുശേഷം എല്ലാവരും ഔദക്കുട്ടിച്ചായൻ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇതെന്താണ് പതിവില്ലാതെ എല്ലാവരും കൂടി വന്നിരിക്കുന്നത്? അത് ഞങ്ങൾ ലാലിച്ചൻ്റെ വിശേഷമൊക്കെ അറിയാനായിട്ട് ഇവിടെ ഇരിക്കുമല്ലേ. ലാലിച്ചൻ എന്ത് വിശേഷം? അപ്പച്ചൻ വെറുതെ കിടന്ന് ഉരുളരുത്. അപ്പച്ചൻ അങ്ങോട്ട് പോയത് ആ പെണ്ണിനെ അവിടെ നിന്ന് ഓട്ടിക്കാൻ വേണ്ടിയില്ലേ. എന്നിട്ട് അപ്പച്ചൻ അവിടെ ചെന്നിട്ട് ലാലിച്ചായൻ്റെയും ആ പെണ്ണിൻ്റെ സൈഡായിരുന്നല്ലോ. എടാ റോബർട്ടെ, നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഞാൻ ഫോണിൽ കൂടി പറഞ്ഞില്ലേ, നമ്മളൊന്നും ഉദ്ദേശിച്ച കണക്കൊരു പെൺകുട്ടി അല്ലടാ അവളെൻ്റെ ചിന്നമ്മയാണെന്ന് പറയും. ചിന്നമ്മയോ? അതേടാ, നിൻ്റെ അമ്മച്ചിയുടെ തനി സ്വരൂപം. അവളെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ അവൾ കള്ളത്തരം കാണിച്ചു വന്നൊരു പെൺകുട്ടിയാണെന്നുള്ളത്? സത്യം പറഞ്ഞാൽ അവളെ ഓട്ടിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടുന്ന് പോയത്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ അടുത്ത തവണ വരുമ്പം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടി ആരാന്നുള്ളത്. ഞങ്ങൾക്ക് ഒന്നും കേൾക്കണ്ട അപ്പച്ചൻ എത്രയും പെട്ടെന്ന് തന്നെ ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയും. എടാ, ഞാൻ പറഞ്ഞു വിടാൻ ശ്രമിച്ചാൽ തന്നെ ലാലിച്ചൻ അതിന് സമ്മതിക്കുമോ? അവൻ്റെ മകളല്ലേ അത്. എന്തടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി ലാലിച്ചാൻ്റെ മകളാണെന്ന് അപ്പച്ചൻ പറയുമെന്ന് വയ്ക്കും. അതിലൂടെ ഞാൻ പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ എനിക്കത് ബോധ്യപ്പെട്ടാന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ പെൺകൊച്ചിനെ കോട്ടയത്ത് നിന്ന് അവനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചതെന്ന് പറയും. അല്ലാതൊന്നും അവൻ ചെയ്യത്തില്ല. ലാലിച്ചാൻ്റെ വിചാരം ലാലിച്ചാൻ ഇപ്പോഴും മിലിറ്ററിയിലുള്ളൊരു കേണലിൻ്റെ കണക്കാണ് ലാലിച്ചാൻ ഞങ്ങളോട് പെരുമാറുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ലാലിച്ചാനോട് ചോദിക്കാൻ പേടിയൊന്നും ഉണ്ടായിട്ടല്ല. അതെന്തായാലും ഞാൻ വിശ്വസിച്ചു. നിനക്കൊക്കെ ലാലിച്ചൻ്റെ മുമ്പിൽ പോയി സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടോടാ? നിൻ്റെയൊക്കെ മുട്ടിടിക്കത്തില്ല അവൻ്റെ അടുത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ. പിന്നെ കുറേ പട്ടികളും ഒരു ഇരട്ടക്കോളിൽ തോക്കുണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിന്. എങ്കിൽ ചെല്ല് അവൻ്റെ അടുത്ത് സംസാരിയില്ലേ, അവൻ്റെ മകളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നിങ്ങളൊന്ന് പറയാൻ പറയും. അതിന് ഞങ്ങൾ മാത്രമല്ല അപ്പച്ചനും കൂടി ഞങ്ങളോട് സ്ട്രോങ് ആയിട്ടൊന്ന് സംസാരിക്കണം. അപ്പച്ചൻ പറയുമ്പോൾ ലാലിച്ചായനെ അങ്ങനൊന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എന്തായാലും അടുത്ത തവണ വരുമ്പം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. അവളുടെ അച്ഛൻ്റെ തറവാടില്ലേ, അവളിതൊക്കെ ഒന്ന് കാണട്ടെ. ഇനി കുളത്തുപുഴ ആൾക്കാരെ മൊത്തം അറിയിച്ചത് കൂടാതെ ഇനി പുനലൂർ വന്ന് ഇവിടെയുള്ളവരെ കൂടി അറിയിക്കണോ? ലാലിച്ചായന് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിലുണ്ടായ കുഞ്ഞിനെ ഇവിടെ എല്ലാവരും കൂടി അപ്പച്ചനെ പരിചയപ്പെടുത്തണം. ഇനി ഇവിടെയും ഞങ്ങളെ നാണം കെടുത്തി അടങ്ങത്തുള്ളൂ എന്ന് ചോദിക്കും. ചേടാ, ഇതിപ്പോൾ അവൻ്റെ മകളില്ലയോ, അതുകൊണ്ടല്ലേ അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം അഞ്ചലിലെ വീട്ടിൽ പുളിക്കൽ തറവാട്ടിലും അലീനയുടെ പ്രശ്നം രൂക്ഷമായിട്ട് മുറുകയാണ്. അതുപോലെ തന്നെ പുനലൂർ ബംഗ്ലാവിലും കൊട്ടാരമറ്റത്ത് വീട്ടിലും ഇതേ പ്രശ്നം തന്നെയാണ്. കൊട്ടാരമറ്റത്തിൽ ആദക്കുട്ടിച്ചായൻ്റെ വീട്ടിലും ഇതേ പ്രശ്നം തന്നെയാണ്. കാരണം അലീനയുടെ പ്രശ്നമാണ്. അലീനെ പറഞ്ഞയക്കണം. രണ്ട് കൂട്ടർക്കും, പുളിക്കൽ തറവാട്ടുകാർക്കും കൊട്ടാരം വീട്ടുകാർക്കും അലീനെ കുളത്തുപുഴയിലെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. രണ്ടുപേർക്കും സ്റ്റാൻലിയോട് നേരിട്ട് പറയാനുള്ള ഭയമുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരും കൂടി അങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റോബർട്ടും ആൽബർട്ടും അവരെല്ലാവരും കൂടി കുളത്തുപുഴയിലോട്ടും സ്റ്റീഫനും റീത്താമ്മയും അവരുടെ പള്ളിക്കാരും ആൾക്കാരും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അലീനെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് കുളത്തുപുഴയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അതിനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.